ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എണ്ണയില്ലാത്ത ഒരു 4 മണി പലഹാരം. അതിനായി ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 ചെറുപഴം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി തോല് കളഞ്ഞ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ തോല് കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാന് ചൂടായി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങയും നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചൂട് തട്ടി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരേ കൈ വെച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ അടിക്ക് പിടിക്കുകയൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വന്നോളും. ഇതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവൈലബിൾ ആയിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ചെറുപഴമായതുകൊണ്ട് ചെറുപഴം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴവും തേങ്ങയും പഞ്ചസാരയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പം തന്നെ പഴമൊക്കെ ഒന്ന് കുറുകി ഉടഞ്ഞ് കുറുകി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഞാൻ മുത്താറിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 സ്പൂണാണ് മുത്താറിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടുള്ളത് കൊണ്ട് ആദ്യം സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് കുഴച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് മുത്താറിപ്പൊടി ചേർത്തത് ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടിയാണ്. തീർച്ചയായിട്ടും ഈ മുത്താറിപ്പൊടി ചേർക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്തെടുക്കാൻ. കാരണം ഇതിൻ്റെ ഒരു പച്ച മണം ഉണ്ടാകും. അത് മാറിക്കിട്ടാനായിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന സമയത്ത് മുത്താറിപ്പൊടി എടുത്തതാണ്. അതുകൊണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ച ബാലൻസ് വന്ന പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പൊടി നിങ്ങൾക്ക് കുഴച്ച് വെച്ചിട്ട് ഉരുട്ടാൻ പാകത്തിനായിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുത്താറിപ്പൊടി പൊതുവേ ഒരു തണുപ്പായിരിക്കും. ആ തണുപ്പ് ബാലൻസ് ചെയ്യാനാണ് നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എണ്ണയില്ലാത്ത ഒരു 4 മണി പലഹാരം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെറുപഴമൊക്കെ ഉള്ള സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. പഴം ഒന്നും കഴിക്കാത്ത കുട്ടികൾ വരെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കഴിക്കും. നല്ല ടേസ്റ്റാണിത്. പിന്നെ മുത്താറി നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
താങ്ക് യു.